നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 153 153. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം ദ്വിതീയ സ്കന്ധം അധ്യായം 1 ശ്ലോകം. പാതാളമേതസ്യ ഹി പാദമൂലം പടന്തി പാർഷ്ണി പ്രപദേ രസാതലം മഹാതലം വിശ്വസൃജോ അത ഗുൽഫോ തലാതലം വൈ പുരുഷസ്യ ജംഘേ. പാതാളമേതസ്യ ഹി പാദമൂലം പടന്തി പാർഷ്ണി പ്രപദേ രസാതലം മഹാതലം വിശ്വസൃജോ അധ ഗുൽഫു തലാതലം വൈ പുരുഷസ്യ ജംഘേ. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ലോകത്തെ സൃഷ്ടിച്ച ഇവൻ്റെ, അതായത് ഈശ്വരൻ്റെ പാദത്തിൻ്റെ കീഴ്ഭാഗം പാർഷ്ണിയും പ്രപദവും പാദത്തിൻ്റെ പിൻഭാഗം കുതികാൽ പിന്നെ മുൻഭാഗം പടങ്കാൽ എന്ന് പറയുന്നു. അതായത് ഭഗവാന്റെ പാദത്തെപ്പറ്റി ആദ്യം വർണ്ണിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ വിരാട് ദേഹം, അതിലെ ജീവൻ, അതിൽ അന്തര്യാമി, ഈ മൂന്നും വെവ്വേറെയല്ല. അതായത് വിരാട് ദേഹം എന്ന് പറയുന്നതും ആ ദേഹത്തിലെ ജീവൻ എന്ന് പറയുന്നതും അതിൽ അന്തര്യാമി എന്ന് പറഞ്ഞതും ഈ മൂന്നും വെവ്വേറെയല്ല, ഒന്നുതന്നെയാണ്. അതായത് ഞാനെന്ന എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അന്തര്യാമി, ജീവൻ, പുരുഷൻ ഒക്കെ ഒന്നുതന്നെയാണ്. ബ്രഹ്മം, ശിവൻ, വിഷ്ണു ഇതൊക്കെ ഒന്നുതന്നെയാണ്. ഈ അന്തര്യാമി, കൂടസ്ഥൻ, സർവജീവ ഗുഹാശയൻ ഇതൊക്കെ ഒന്നാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് തന്നെ എന്ന് ഭാവിച്ചുകൊണ്ട് ഉപാസിക്കണമെന്നുള്ള അഭിപ്രായത്തോടുകൂടെ ഈ ലോകം ഈശ്വരാവയവങ്ങളാണെന്ന് കാണിക്കുന്നു. അതായത് ഇപ്പം നമ്മൾ ഈ പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ രാജ്യങ്ങൾ, അത് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ലേ. ഈ കാണപ്പെടുന്ന ലോകങ്ങൾ മുഴുവൻ ഈശ്വരൻ്റെ സ്വരൂപമാണ്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ടീച്ചിങ്. ഇതിൻ്റെ ലാക്കിംഗ് ആണ് യുദ്ധം. ഒരു യൂണിവേഴ്സൽ ട്രൂത്തായിട്ടുള്ള സനാതനധർമ്മത്തിനെ എല്ലാവരും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഈ ലോകത്ത് കശപിശ ഉണ്ടാവില്ല. ഇത്രയും ആദർശപരമായ കാര്യങ്ങൾ വേറൊന്നിലും കാണൂല്ല. ഇനി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രപഞ്ച സൃഷ്ടി ചെയ്ത പുരുഷൻ്റെ പാദത്തിൻ്റെ കീഴ്ഭാഗം പാതാളം, മുൻഭാഗവും പിൻഭാഗവും രസാതലം, പാദങ്ങളുടെ ഗുൽഫങ്ങൾ അതായത് നെര്യാണികൾ മഹാതലം, മുട്ടുകാലുകൾ തലാതലം എന്ന് അറിഞ്ഞവർ പറയുന്നു. അറിയാത്തവരൊന്നും പറയില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല അവർക്ക്. 27 ശ്ലോകം. ദേ ജാനുനി സുതലം വിശ്വമൂർത്തേർ ഊരുദ്വയം വിതലം ച അതലം ച മഹീതലം തജ്ജഗനം മഹീപതേ നഭസ്ഥലം നാഭിസരോ ഗൃണന്തി. ദേ ജാനുനി സുതലം വിശ്വമൂർത്തേർ ഊരുദ്വയം വിതലം ച അതലം ച മഹീതലം തജ്ജഗനം മഹീപതേ നഭസ്ഥലം നാഭിസരോ ഗൃണന്തി. അതിൻ്റെ ഭാവാർത്ഥം പറയണം. ദേ ജാനുനി എന്ന് പറഞ്ഞാൽ 2 മുട്ടുകൾ,
ലോകമാകുന്ന ആകൃതിയോടുകൂടിയവൻ്റെ, അതായത് ഈശ്വരൻ്റെ 2 തുടകൾ, അവൻ്റെ കടി പശ്ചാൽഭാഗം, അതായത് അരക്കെട്ടിൻ്റെ പിൻഭാഗം, ഭൂമി, നാഭി സര, അതായത് നാഭിയാകുന്ന സരസ്, പൊക്കിള്, ആകാശലോകം എന്ന് പറയുന്നു. ഹേ രാജാവേ, ഹേ പരീക്ഷത്തെ, പ്രപഞ്ചമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാന്റെ 2 മുഴങ്കാലുകൾ സുതലം, വിതലവും അതലവും തുടകളും, തുടകളുടെ കീഴ്ഭാഗം മേൽഭാഗവും, ഭൂമിതലം ജഗനവും, ആകാശലോകം നാഭിസരസ്സുമാണെന്ന് പറയുന്നു. പിന്നെ ഒരു വ്യക്തിയുടെ ശരീരമാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ യുദ്ധം ചെയ്യുക? ഇനി 28ാമത്തെ ശ്ലോകം. ഉരസ്ഥലം ജ്യോതിരനീകമസ്യ ഗ്രീവാമഹർവദനം വൈജനോസ്യ തപോരരാടിം വിദുരാദിപുംസ സത്യം തു ശീർഷാണി സഹസ്രശീർഷ്ണാം. ഉരസ്ഥലം ജ്യോതിരനീകമസ്യ ഗ്രീവാമഹർവദനം വൈജനോസ്യ തപോരരാടിം വിദുരാദിപുംസാം സത്യം തു ശീർഷാണി സഹസ്രശീർഷ്ണാം. മാറിടം ജ്യോതിസ്സുകളുടെ സ്വർഗം, ഇവൻ്റെ കഴുത്ത് മഹർലോകം, ഇവൻ്റെ മുഖം ജനർലോകം, ആദിപുരുഷൻ്റെ ലലാടത്തെ നെറ്റിത്തടത്തെ തപോലോകമെന്നും 1000 ശിരസ്സുള്ളവൻ്റെ ശിരസ്സുകൾ സത്യലോകമെന്നും അറിയുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ആദിപുരുഷനായ ഭഗവാന്റെ മാറിടം നക്ഷത്രലോകവും, ഒരു കോമ വേണം അവിടെ, കഴുത്ത് മഹർലോകവും, മുഖം ജനർലോകവും, നെറ്റിത്തടം തപോലോകവും, അനേക ശിരസ്സുകളുള്ള ആ ദേവൻ്റെ ശിരസ്സുകൾ സത്യലോകമാണെന്ന് മഹാന്മാർ പറയുന്നു. ഇതിൻ്റെ മുമ്പ് പറഞ്ഞു, പിന്നെ എന്താണെന്നാ പറയുക, അറിവുള്ളവർ എന്ന് പറഞ്ഞു അല്ലേ. ഇതിങ്ങനെ മാറിയിട്ടുണ്ടാവും, പക്ഷെ സംഗതി ഒന്നാണ്. ഇനി 29ാമത്തെ ശ്ലോകം. അതെന്താ? ഇന്ദ്രാദയോ വാഹവ ആഹുരുസ്രാഹ കർണോദിശ്രോതമമുഷ്യ ശബ്ദ നാസത്യദസ്രോ പരമസ്യ നാസേ ഘ്രാണോസ്യ ഗന്ധോ മുഖമഗ്നിരിദ്ധാം. ഇന്ദ്രാദയോ ബാഹവ ആഹുരസ്രാം കർണോദിശ്രോതമമുഷ്യ ശബ്ദ നാസത്യദസ്രോ പരമസ്യ നാസേ ഘ്രാണോസ്യ ഗന്ധോ മുഖമഗ്നിരിദ്ധാം. പറയണു, ഇന്ദ്രൻ ആദിയായ ദേവന്മാർ ഇവൻ്റെ ബാഹുക്കൾ, കൈകൾ, ശബ്ദം ശ്രോത്രം എന്ന ഇന്ദ്രിയം, 2 കർണങ്ങൾ ദിക്കുകൾ, പരമപുരുഷൻ്റെ 2 നാസാപുടങ്ങൾ, ദീപ്തനായ വന്നി, നാസാപുടങ്ങൾ വന്യാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇന്ദ്രാദികളായ ദേവന്മാർ ഭഗവാന്റെ കൈകൾ, ദിക്കുകൾ ഭഗവാന്റെ കർണങ്ങൾ, ശബ്ദം ഭഗവാന്റെ ശ്രോത്രേത്രിയം, അശ്വിനി ദേവന്മാർ 2 പേർ പരമപുരുഷൻ്റെ 2 നാസാപുടങ്ങൾ. ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. 2 കർണങ്ങൾ, ദിശ ദിക്കുകൾ, പരമപുരുഷൻ്റെ നാസേ 2 നാസാപുടങ്ങൾ, ദീപ്തനായ വന്നി. അവിടെ ദീപ്തനായ വന്നി അതേതിൻ്റെ മുഖം അതവിടെ വിട്ടിട്ടുണ്ട്. അത് സാരമില്ല, അത് പറയുമ്പോൾ മനസ്സിലാവും നമുക്ക്. അപ്പോൾ ഇന്ദ്രാദികളായ ദേവന്മാർ ഭഗവാന്റെ കൈകൾ, ദിക്കുകൾ ഭഗവാന്റെ കർണങ്ങൾ, ശബ്ദം ഭഗവാന്റെ ശ്രോത്രേന്ദ്രിയം, അശ്വിനി ദേവന്മാർ 2 പേർ പരമപുരുഷൻ്റെ 2 നാസാപുടങ്ങൾ, ഗന്ധം ഭഗവാന്റെ ഘ്രാണേന്ദ്രിയം, ദീപ്തനായ അഗ്നി ഭഗവാന്റെ മുഖം. അപ്പം ഈ വാക്കാർത്ഥം പറഞ്ഞാൽ ചിലത് ഒമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആശയം
നഷ്ടം വരുന്നില്ല. ഭാവാർത്ഥം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എനിക്കെന്നെ വായിച്ചപ്പോൾ ഒരു എത്തുമ്പോഴും കിട്ടിയില്ല എന്താ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. പിന്നെ മനസ്സിലായി. ഇനി 30-ാമത്തെ, ഇതിലൊക്കെ 4 ശ്ലോകങ്ങളാണ്. ദൗരക്ഷിണീ ചക്ഷുരഭൂൽപതംഗഃ പശ്മാണി വിഷ്ണോരഹനീ ഉഭേജ തദ്ഭ്രൂവിജൃംഭ പരമേഷ്ടിധിഷ്ണ്യം ആപോ അസ്യ താലോരസ ഏവ ജിഹ്വാം. ദൗരക്ഷിണീ ചക്ഷുരഭൂൽപതംഗ പശ്മാണി വിഷ്ണോരഹനീ ഉഭേജ തൽഭ്രൂവിജൃംഭ പരമേഷ്ടിധിഷ്ണ്യം ആപോസ്യ താലൂരസം രസ ഏവ ജിഹ്വാം. പറയണു, അന്തരീക്ഷം 2 നേത്രഗോളങ്ങൾ, നേത്രം, സൂര്യൻ, വിഷ്ണുവിൻ്റെ കൺപോളകൾ, രാത്രിയും പകലും എന്ന 2 അവൻ്റെ പുരികം, പരമേഷ്ഠിയുടെ സ്ഥാനം, ജലം ഇവൻ്റെ അണ്ണാക്ക്, നാവ് രസം തന്നെ എന്നൊക്കെ പറഞ്ഞു. ഓരോന്ന് പറഞ്ഞു. ഇനി ഭാവാർത്ഥം വരുമ്പോൾ ഒരു പിക്ചർ കിട്ടും. അന്തരീക്ഷ ലോകം സർവവ്യാപിയായ ഭഗവാന്റെ നേത്രഗോളങ്ങൾ. ഓക്കെ. സൂര്യൻ നേത്രേന്ദ്രിയം, കൺപോളകൾ രാത്രിയും പകലും, തുറന്ന പകല് അടച്ച രാത്രി. ബ്രഹ്മാവിൻ്റെ ലോകം ഭഗവാന്റെ പുരികസ്ഥാനം, ജലം ഭഗവാന്റെ താലു അണ്ണാക്ക്, രസം ഭഗവാന്റെ ജുഹ്വ എന്ന ഇന്ദ്രിയം. ഓക്കെ. ഇനി 31. ചന്ദാംസ്യനന്ദസ്യ ശിരോ ഗൃണന്തി ദംശായമസ്നേഹകലാദ്വിജാനി ഹാസോ ജനോന്മാദകരീ ച മായാം ദുരന്തസർഗോ യദപാംഗമോക്ഷാം. ചന്ദാംസ്യനന്ദസ്യ ശിരോ ഗൃണന്തി ദംശായമസ്നേഹകലാദ്വിജാനി ഹാസോ ജനോന്മാദകരീ ച മായാം ദുരന്തസർഗോ യദപംഗമോക്ഷാം. പറയണു, വേദങ്ങൾ അപരിച്ഛിന്ന സ്വരൂപൻ്റെ, എന്താ അപരിച്ഛിന്നം? പിരിച്ചെടുക്കാൻ പറ്റില്ല. വേദങ്ങൾ അപരിച്ഛിന്ന സ്വരൂപൻ്റെ ശിരസ്, ദംഷ്ട്ര എന്ന് പറഞ്ഞ തേറ്റപ്പല്ല്, യമൻ സ്നേഹലേശങ്ങൾ, പല്ലുകൾ, പുഞ്ചിരി, ജനോന്മാദകരി എന്ന് പറഞ്ഞ ജനങ്ങളെ ഉന്മദിപ്പിക്കുന്നതായ മായ എന്ന ശക്തി, ദുരന്തസർഗ അന്തമില്ലാത്തതായ സൃഷ്ടി, യാതൊരുവൻ്റെ കടാക്ഷം. ഇങ്ങനെ വാക്കുകളുടെ ഇവിടെ നിന്നും വേദാന്തമില്ല. ഇതൊക്കെ ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങളെ പറയാണ്. അതൊരു ധാരണ ഉണ്ടായാൽ മതി. അപ്പോൾ പറഞ്ഞു, വേദങ്ങൾ അപരിച്ഛിന്ന സ്വരൂപനായ വിഷ്ണുവിൻ്റെ ശിരസ്സായും, ശിരസില്ലെങ്കിൽ വല്ലതുണ്ടോ? ഇല്ല. യമൻ ദംശയായും, പുത്രാദി സ്നേഹലേശങ്ങൾ പല്ലുകളായിട്ടും, കടിപിടി കൂടും അല്ലേ? പുത്രാദി സ്നേഹലേശങ്ങൾ എന്നാണ് പറഞ്ഞത്. ജനങ്ങളെ മോഹിപ്പിക്കുന്നത് മായ പുഞ്ചിരിയായും, അവസാനമില്ലാത്തതായ സർഗം, അതായത് സൃഷ്ടി, കടാക്ഷമായും പറയുന്നു എന്ന് പറഞ്ഞു. ഇനി 32-ാമത്തെ ശ്ലോകം. വ്രീഡോത്തരോഷ്ടോ അധരയേവ ലോഭോ ധർമ്മസ്തനോ അധർമ്മപദോ അസ്യ പൃഷ്ട കസ്തസ്യ മേഢ്രം വൃഷണോ ച മിത്രോ കുക്ഷിസമുദ്രാ ഗിരയോ അസ്തി സംഗാഃ. വ്രീഡോത്തരോഷ്ടോ അധര ഏവ ലോഭോ ധർമ്മസ്തനോ അധർമ്മപദോ അസ്യ പൃഷ്ട കസ്തസ്യ മേഢ്രം വൃഷണോ ച മിത്രോ കുക്ഷിസമുദ്രാ ഗിരയോ അസ്തി സംഘാഃ. ലജ്ജ, മുകൾ ചുണ്ട് ലോഭം, കീഴ്ചുണ്ട് ധർമ്മം. ഇവൻ്റെ സ്ഥനം എന്താണ്? അധർമ്മമാർഗം. ഇവൻ്റെ പിൻഭാഗം ബ്രഹ്മാവ്, അവൻ്റെ ഗുഹ്യസ്ഥലം മിത്രാവരുണന്മാർ എന്ന് പറയുന്ന 2 പേര്. വൃഷണങ്ങൾ
സമുദ്രങ്ങളാണ്. വയർ ഗിരികൾ എല്ലുകളുടെ കൂട്ടങ്ങൾ. ഇങ്ങനെ ആണ് രൂപം. ലജ്ജ എന്നത് ഭഗവാന്റെ മേൽച്ചുണ്ടും, ലോഭമെന്നത് കീഴ്ച്ചുണ്ടും, ധർമ്മം സ്തനവും അധർമ്മം പൃഷ്ഠഭാഗവും, ബ്രഹ്മാവ് മേഢ്രവും, വരുണന്മാർ 2 വൃഷ്ണങ്ങളും, സമുദ്രങ്ങൾ വയറും, ഗിരികൾ എല്ലിൻ കൂട്ടങ്ങളുമാണെന്ന് പറയുന്നു. വിശ്വസിച്ചാൽ നന്ന്, വിശ്വസിച്ചില്ലെങ്കിലോ നരകം. എന്താ അങ്ങനെ പറയാൻ കാരണം? വിശ്വസിച്ചില്ലെങ്കിലാണ് ഈ ഫൈറ്റ് വരുന്നത്. നമ്മൾക്ക് എല്ലാം എന്തും ഏതും സങ്കല്പിക്കാൻ എന്താ കുഴപ്പം? നല്ലത് മാത്രം വരണേ ഭഗവാനെ. ഇതിന് ഈ മതത്തിന് പേരില്ല, സനാതന ധർമ്മം എന്നാ പറയുക. ഹിന്ദു എന്നുള്ളത് ഈ സിന്ധ് പ്രോവിൻസിൻ്റെ അങ്ങേപ്പുറത്തുള്ളവർക്ക് സിന്ധ് എന്ന് പറയാൻ വയ്യ, അതുകൊണ്ട് ഹിന്ദു ആയതാണ്. ഹിന്ദു മതം എന്നുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. സനാതന ധർമ്മം എന്നും നശിക്കാത്തത് എന്നാണ്. അത് ഹിന്ദുത്വം ആയപ്പോഴാണ് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും എതിരായിട്ട് തോന്നുക. സത്യത്തിൽ ഒന്നേ ഉള്ളൂ, ഏതാത്? സനാതനധർമ്മം. അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ കണ്ടു പോയവർക്കാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ 33ാമത്തെ ശ്ലോകങ്ങൾ, അല്ല 33ാമത്തെ ശ്ലോകമാണ് ഈ പറയേണ്ടത്. നദ്യോസ്യ നാഢ്യോധതനൂരുഹാണി മഹീരുഹാ വിശ്വതനോർനൃപേന്ദ്ര അനന്തവീര ശ്വസിതം മാതരിഷ്വ ഗതിർവയ കർമ്മഗുണപ്രവാഹ. നദ്യോ അസ്യ നാഢ്യോതനൂരുഹാണി മഹീരുഹാ വിശ്വതനോർനൃപേന്ദ്ര അനന്തവീര്യസ്വസിതം മാതരിഷ്വ ഗതിർവയ കർമ്മഗുണപ്രവാഹ. അതിൻ്റെ വാക്കാർത്ഥം പറയുകയാണെങ്കിൽ, ഹേ രാജശ്രേഷ്ഠ, ഹേ പരീക്ഷത്തെ, നദികൾ ഇവൻ്റെ നാഡികൾ, വൃക്ഷങ്ങൾ രോമങ്ങൾ, അനന്തമായ വീര്യത്തോടുകൂടിയ വായു ശ്വാസം, വയസ്സ് ഗമനം, ഗുണങ്ങളുടെ പ്രവാഹം പ്രവൃത്തി. ഇതൊക്കെയാണ് പറയണത്. അതായത് ഓരോ വാക്കിൻ്റെ അർത്ഥമാണല്ലോ പറഞ്ഞത്. കർമ്മ എന്ന് പറഞ്ഞ പ്രവൃത്തി എന്നർത്ഥേ. ഹേ രാജശ്രേഷ്ഠ, നദികൾ ഭഗവാന്റെ നാഡികൾ, വൃക്ഷങ്ങൾ രോമങ്ങൾ, അധികം ശക്തിയുള്ളതായ കാറ്റ് ഭഗവാന്റെ ശ്വാസപ്രശ്വാസങ്ങൾ, കാലഗതി വയസ്സായി എന്ന് പറഞ്ഞാൽ കാലം കുറേ കഴിഞ്ഞു എന്നർത്ഥം. കാലഗതി, പ്രാണികളുടെ ജനന മരണ രൂപമായ സംസാരം ലീല. സംസാരമാണ് ലീല, സംസാര ലീല. 34 ഈശസ്സകേശാൻ വിദുരംബുവാഹാൻ വാസസ്തു സന്ധ്യാം ഗുരുവര്യ ഭൂംനാം അവ്യക്തമാഹോർഹൃദയം മനശ്ചാം സചന്ദ്രമാ സർവവികാരകോശാം. ഈശസ്യ കേശാൻ വിദുരംബുവാഹാൻ വാസസ്തു സന്ധ്യാം ഗുരുവര്യ ഭൂംനാം അവ്യക്തമാഹോർഹൃദയം മനശ്ചാം സചന്ദ്രമാ സർവവികാരകോശാം. മേഘങ്ങളെ ഈശ്വരൻ്റെ കേശങ്ങളെന്ന് അറിയുന്നു. ഗുരുശ്രേഷ്ഠ, സന്ധ്യയെ സർവവ്യാപിയുടെ വസ്ത്രമായിട്ടും അവ്യക്തത്തെ ഹൃദയമായിട്ടും എന്താണെന്നറിയാൻ പറ്റില്ല. ഭഗവാന്റെ ഹൃദയം സകലരുടെയും വികാരത്തിന് ഇരിപ്പിടമായ ആ ചന്ദ്രമസ് മനസ്സാണെന്നും പറയുന്നു. ഹൃദയം മനസ്സാണെന്നും പറയുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ഹേ കുരുശ്രേഷ്ഠ, മേഘങ്ങൾ സർവവ്യാപിയായ ഭഗവാന്റെ തലമുടികളാണെന്നും സന്ധ്യ വസ്ത്രമാണെന്നും അവ്യക്തമെന്ന് പറയപ്പെടുന്ന പ്രധാന തത്വം ഹൃദയമാണെന്നും സകലരുടെയും മനസ്സിൽ വികാരത്തെ ജനിപ്പിക്കുന്നതായ ആ പ്രസിദ്ധനായ ചന്ദ്രൻ മനസ്സാണെന്നും പറയുന്നു. അടുത്തത് 35ാമത്തെ ശ്ലോകം.
വിജ്ഞാനശക്തിം മഹിമാം മനന്തി സർവാത്മനോ അന്തകരണം ഗിരിത്രം അശ്യാശതര്യുഷ്ടഗ്രജാ നഖാനി സർവേ മൃഗാ പശവശ്രോണിദേശേ വിജ്ഞാനശക്തിം മഹിമാം മനന്തി സർവാത്മനോ അന്തകരണം ഗിരിത്രം അശ്വതര്യുഷ്ടഗജാ നഖാനി സർവേ മൃഗാ പശവശ്രോണിദേശേ. 35-ാമത്തെ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം. മഹത്തത്വത്തെ സർവാത്മാവിൻ്റെ ചിത്തമാണെന്നും വിജ്ഞാനശക്തി, ഈ വിജ്ഞാനശക്തി ആണ് ചിത്തം. ചിതാകാശ ഗുഹ എന്നൊക്കെ പറയും. ഗിരിത്രം എന്ന് പറഞ്ഞാൽ രുദ്രനെ അഹങ്കാരമാണെന്നും. ഇത് വലിയ ഒരു അർത്ഥമുള്ളതാണ്. അതുകൊണ്ടാണ് ശിവൻ അനാദിയാണെന്ന് പറഞ്ഞത്. വിരാട് സ്വരൂപിൻ്റെ ഭാഗമാണ് ഏത്? ഗിരിത്രം. രുദ്രനെ ഭഗവാന്റെ അന്ധക്കരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അന്ധക്കരണം, നിങ്ങളുടെ അന്ധക്കരണം രുദ്രൻ ശിവനാണ്, മംഗളസ്വരൂപനാണ്. അതറിയാണ്ടാണ് നമ്മൾ പരിപാലിക്കുന്നത്. രുദ്രനെ അഹങ്കാരമാണെന്നും അപ്പം ഈ രുദ്രൻ തന്നെയാണ് ഏത്? അനന്തൻ, അല്ലെങ്കിൽ അനന്തൻ്റെ സ്വഭാവം. അതായത് ലക്ഷ്മണൻ ശുണ്ഠിക്കാരൻ എന്ന് പറയുന്നുണ്ടല്ലോ, ബലരാമൻ ശുണ്ഠിക്കാരനാണ് അല്ലേ? അതന്നെ. രുദ്രനെ അഹങ്കാരമാണെന്നും അശ്വതരിയുഷ്ടഗജ, അശ്വതരി, ഉഷ്ട്രം, ഗജം എന്നീ എല്ലാ മൃഗങ്ങളും നഖങ്ങളാണെന്നും. അതായത് ഒറ്റ കുളമ്പുള്ളത്, 2 കുളമ്പുള്ളത്, 4 പിന്നെ നഖങ്ങളുള്ളത് അല്ലേ? കുളമ്പില്ലാത്തതിൽ നഖം ഉണ്ടാവും. കുതിരയ്ക്ക് ഒരൊറ്റ പിന്നെ നഖയുള്ളൂ. അപ്പോൾ നഖങ്ങളാണെന്നും പശുക്കൾ അരക്കെട്ടിൻ്റെ മുൻഭാഗവും പിൻഭാഗവുമാണെന്നും പറയുന്നു. അതിൻ്റെ ഭാവാർത്ഥം. എല്ലാറ്റിലും ആത്മാവായി വിളങ്ങുന്ന ഭഗവാന്റെ ചിത്തം വിജ്ഞാനശക്തിയായ മഹത്തത്വമാണെന്നും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എല്ലാറ്റിലും, എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായി വിളങ്ങുന്ന ഭഗവാന്റെ ചിത്തം വിജ്ഞാന ശക്തിയായ മഹത്തത്വമാണെന്നും. പിന്നെയോ ശ്രീരുദ്രൻ അന്ധക്കരണമാണെന്നും കുതിരയ്ക്ക് കഴുതയിൽ ജനിച്ച സന്താനമായ ഒരു ജാതി മൃഗം അശ്വതരി, ഒട്ടകം, ആന എന്നീ മൃഗങ്ങൾ നഖങ്ങളാണെന്നും ഭഗവാന്റെ അനേക തരത്തിലുള്ള മാൻ മുതലായ മൃഗങ്ങൾ, പശുക്കൾ എന്നിവ അരക്കെട്ടിൻ്റെ മുൻഭാഗവും പിൻഭാഗവുമായ പ്രദേശങ്ങളാണെന്നും പറയുന്നു. അപ്പോൾ ഒരു ജിയോഗ്രാഫിയിൽ എന്തൊക്കെ കാണണു അതൊക്കെ ഈശ്വരനാണ്. അത് ആരുടെയും സ്വത്തല്ല, എന്നാൽ എല്ലാവരുടെയും ആളേല്. 36-ാമത്തെ ശ്ലോകം. ഇതിലെനിക്ക് തോന്നുന്നത് 39 ശ്ലോകമേ ഉള്ളൂ. ഇത് മുഴുവൻ പറയാം, അപ്പം ശരിക്കും കഴിയും. വയാംസി തദ്വാക്യ വ്യാകരണം വിചിത്രം മനുർമനീഷാ മനുജോ നിവാസാം ഗന്ധർവവിദ്യാധരചരണാപ്സരാം സ്വരസ്മൃതിരസുരാനീകവീര്യാം. അവിടെ ഒന്ന് നീട്ടിപ്പിടിക്കേണ്ടി വരും. വയാംസി തദ്വ്യാകരണം വിചിത്രം മനുർമനീഷാ മനുജോ നിവാസാം ഗന്ധർവവിദ്യാധരചരണാപ്സര സ്വരസ്മൃതിരസുരാനീകവീര്യാം. സ്വരസ്മൃതീൻ അസുരാനീകവീര്യ. കിട്ടി. സോ ഹാപ്പിയായ കിട്ടി. അപ്പോൾ പക്ഷികൾ നാനാവിധമായിരിക്കുന്ന
അവൻ്റെ ശില്പവിദ്യയാണെന്നും സ്വയംഭൂമനു ബുദ്ധിയെന്നും മനുഷ്യർ വാസഭവനമെന്നും ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ചാരന്മാർ, അപ്സരസ്സുകൾ എന്നിവരും അസുര സൈന്യങ്ങളാകുന്ന വീര്യത്തോടു കൂടിയവർ പ്രഹ്ലാദൻ സ്വരങ്ങളും സ്മൃതികളുമാണെന്നും പറയുന്നു. എല്ലാം ആസുരീയതയും എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. പക്ഷിവർഗങ്ങൾ ഭഗവാന്റെ ശില്പവിദ്യകൾ, വൈവസ്വതമനു ബുദ്ധി, ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗം. ഓ മൈ ഗോഡ്, ഇതിൻ്റെ അർത്ഥം അറിയാണ്ടല്ലേ നമ്മൾ നടക്കണത്. ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗം, സർവജീവഗുഹാശയ, അത് വേറെ കാര്യം. എന്നിട്ടാണ് നമ്മൾ ഗുരുവായൂരിലും അയ്യപ്പൻ്റെ അവിടെയും തിരുവങ്കടത്തുമൊക്കെ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ്. കാരണം എന്താ? ഇതറിയണില്ല. ഇതിൻ്റെ അർത്ഥം വിരാട് സ്വരൂപത്തിൽ ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗമാണ്. ആലോചിച്ചു നോക്കൂ. ഐ ആം സോ ഗ്ലാഡ്. കാരണം എന്താ? എനിക്കിത് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ക്രിട്ടിക്കാവണത്. നമ്മൾ ഈ വിഗ്രഹാരാധന തുടക്കത്തിലേ വേണ്ടു. അത് കഴിഞ്ഞാൽ നിരാകാരത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കണം. അപ്പോൾ ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗമാണ് എന്ന ഒരു അറിവ് മേജർ അറിവാണ്. ഗന്ധർവാദികളായ ദേവയോനി വിശേഷന്മാർ ഭഗവാന്റെ ഷഡ്ജാതി സ്വരങ്ങൾ, അസുര സൈന്യാധിപനായ പ്രഹ്ലാദൻ ഭഗവാന്റെ സ്മൃതി എന്നും പറയുന്നു. സ്മൃതി, ഇൻ്റലിജൻസ്. 37-ാമത്തെ ശ്ലോകം. ബ്രഹ്മാനനം ക്ഷത്രഭുജോ മഹാത്മാ വിഡൂരരംഘ്രിശ്രിത കൃഷ്ണവർണ നാനാഭിധാഭിജ്ജഗണോപപന്നോ ദ്രവ്യാത്മക കർമ്മവിധാനയോഗ. ഒന്നുകൂടി വായിക്കണത് അല്ലേ? ബ്രഹ്മാനനം ക്ഷത്രഭുജോ മഹാത്മാ വിഡൂരുരംഘ്രിശ്രിത കൃഷ്ണവർണ നാനാഭിധാഭിജ്ജഗണോപപന്നോ ദ്രവ്യാത്മക കർമ്മവിധാനയോഗ. അപ്പോൾ ആ ദ്വിതീയ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗമാണ്. ഇതറിയാണ്ട് സപ്താഹം ചെയ്തിട്ട് എന്തായ കാര്യം? വൺ ഷുഡ് ഫീൽ അഷൈമഡ് ഓഫ്. തെറ്റിദ്ധരിപ്പിക്കണേന് ഉള്ള പാപം എത്ര ഉണ്ടോ? ബ്രാഹ്മണൻ ഭഗവാന്റെ മുഖം, ക്ഷത്രിയനാകുന്ന ഭുജത്തോടു കൂടിയവൻ, അതെ. പിന്നെയോ വൈശ്യനാകുന്ന ഊരുവോടു കൂടിയവൻ, പാദത്തെ ആശ്രയിച്ചിരിക്കുന്ന കൃഷ്ണവർണ്ണത്തോടു കൂടിയവർ, നാനാവിധങ്ങളായ അഭിതകളോടും അഭിജ്ഞന്മാരോട് കൂടിയതും, അതായത് ഓരോ എന്താ പറയുക, തരം ആൾക്കാർ, ദ്രവ്യസ്വരൂപമായും ഇരിക്കുന്ന യാഗങ്ങളുടെ പ്രയോഗം കർമ്മമാണെന്നും പറയുന്നു. അതായത് യാഗങ്ങളുടെ പ്രയോഗം ഉണ്ടല്ലോ, സത്യം, അത് മോക്ഷത്തിനുള്ളതല്ല, സ്വർഗത്തിനുള്ളതാണ്. അത് വേണ്ടാന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക, അവിടെ ബ്രാഹ്മണൻ ഭഗവാന്റെ മുഖവും ക്ഷത്രിയൻ ഭുജവും വൈശ്യൻ തുടയും ശൂദ്രൻ പാദവും നാനാവിധ പേരുകളോടും വസൂരുദ്രൻ മുതലായ ദേവതകളോടും കൂടിയതും അനേകം വിധങ്ങളായ ദ്രവ്യങ്ങളോ കൊണ്ട് നടത്തുന്നതുമായ യാഗാദികൾ
കർമ്മവുമാണെന്ന് പറയുന്നു. പ്രവൃത്തിയാണ്. അതുകൊണ്ട് എന്തും കാര്യമില്ല. 38 ഇയാനസാവീശ്വര വിഗ്രഹസ്യ യഃ സന്നിവേശഖതിതോ മയാതേ സംധാര്യതേ അസ്മിൻ വപുഷിസ്തവിഷ്ടേ മനസ്സബുദ്ധ്യാ നയതോ അസ്തി കിഞ്ചിത്. ഇയാനസാവീശ്വര വിഗ്രഹസ്യ യഃ സന്നിവേശഖതിതോ മയാതേ സംധാര്യതേ അസ്മിൻ വപുഷിസ്തവിഷ്ടേ മനസ്സബുദ്ധ്യാ നയതോ അസ്തി കിഞ്ചിത്. ഈശ്വര ശരീരത്തിൻ്റെ ഇത്രമാത്രമുള്ള ഈ വിന്യാസം അവയവകൽപ്പനം എന്നാൽ അങ്ങയ്ക്കായി കൊണ്ട് പറയപ്പെട്ടു. ആരെ? പരീക്ഷിത്ത് മഹാരാജാവനായിക്കൊണ്ട് ശുഗബ്രഹ്മർഷി പറയപ്പെട്ടു. യാതൊന്നിൽ നിന്ന് അന്യമായിട്ട് അല്പവും ഇല്ല, വേറൊന്നുമില്ല. ഏറ്റവും സ്ഥൂലമായ ഈ ശരീരത്തിൽ ധാരണ ചെയ്യപ്പെടുന്നു. അതായത് ഈ ശരീരത്തിൽ ധാരണ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധ്യാനിക്കുക, അത്ര നിർത്തിയുള്ളൂ. ഹേ രാജാവേ, ഈശ്വരൻ്റെ ഇത്രമാത്രമുള്ള ഈ അവയവകൽപ്പനം അങ്ങയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല. അതാണ് വിഗ്രഹാരാധന തുടക്കത്തിലേ പാടുള്ളൂ എന്ന് പറയാൻ കാരണം. അത് വിചാരിച്ചിട്ട് അമ്പലങ്ങൾ തല്ലിപ്പൊളിക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. അമ്പലങ്ങൾ വരുന്ന ജനറേഷന് വേണ്ടി വയ്ക്കണം. ഇത് ഈ വിരാട് സ്വരൂപ വർണ്ണനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ധാരണ ചെയ്യണം, ധ്യാനിക്കണം. ഇനി ഇതിൽ അവസാനത്തെ ശ്ലോകം 39. സ സർവധീവൃത്യനുഭൂത സർവാം ആത്മായഥാ സ്വപ്നജനേക്ഷിതൈകാം തം സത്യമാനന്ദനിധിം ഭജേതാം ന അന്യത്ര സജ്ജേദത ആത്മപാദാം. സ സർവധീവൃത്യനുഭൂത സർവാം ആത്മായഥാ സ്വപ്നജനേക്ഷിതൈകാം തം സത്യമാനന്ദനിധിം ഭജേതാം ന അന്യത്ര സജ്ജേദ്യത ആത്മപാദാം. സർവരുടെയും ബുദ്ധിവൃദ്ധിയാൽ അനുഭവിക്കപ്പെട്ട സർവത്തോടുകൂടിയവൻ, എല്ലാവരുടെയും ബുദ്ധിവൃദ്ധിയാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. ഏകനായ ആത്മാവാകുന്നു. ആത്മാവ് ഒന്നേ ഉള്ളൂ, അതെല്ലാവരിലും ഉണ്ടെന്നർത്ഥം. സ്വപ്നത്തിൽ ജനത്താൽ കാണപ്പെടുന്നവനെ പോലെ നാശരഹിതനും ആനന്ദത്തിൻ്റെ ഇരിപ്പിടവുമായ അവനെ, നാശരഹിതനും ആനന്ദത്തിൻ്റെ ഇരിപ്പിടവുമായ അവനെ ഭജിക്കണം. ഭജിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഭജഗോവിന്ദം 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 മൂഢമതേ, അല്ലേ? അപ്പോൾ അന്യത്തിൽ ചേരാതിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൻ്റെ പതനം ഉണ്ടാകും. സംസാരം ഉണ്ടായാൽ ആത്മാവിൻ്റെ പതന. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവിൻ്റെ ഉദ്ഗതിയാണ് ഉദ്ദേശം. അതിൻ്റെ ഭാവാർത്ഥത്തോട് കൂടിയിട്ട് നിർത്താം. ചിത്തത്തിൻ്റെ സ്ഥൈര്യത്തിന് വേണ്ടി വിരാട്, ജീവൻ, ഈശ്വരൻ എന്നിവയെ അഭേദമായിട്ട്, ഭേദമില്ലാതെ കണ്ട് ഉപാസിക്കണമെന്ന് ഉപദേശിച്ച ശേഷം ദേഹത്തെയും ജീവനെയും ഈശ്വരനിൽ അടക്കിയിട്ട് സർവാസുരനായിരിക്കുന്ന ഈ ഈശ്വരനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത്. ഉള്ളിലെ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, ആ ഈശ്വരനെയാണ് നമ്മൾ ഭജിക്കേണ്ടത് എന്ന് ഉറപ്പിക്കുന്നു. എല്ലാവരുടെയും ബുദ്ധിവൃത്തിയാൽ ആചാര്യൻ്റെ കടമ എന്താ?
മറ്റുള്ളവരുടെ ബുദ്ധിവൃത്തി കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ചേതനയെ ബ്രഹ്മസ്വരൂപമാക്കി കാണിച്ചു കൊടുക്കാൻ സാധിക്കണം, പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ബുദ്ധിവൃത്തിയാൽ അനുഭവിച്ചറിയപ്പെടുന്ന സകലവും, അനുഭവിച്ച് അറിയപ്പെടുന്ന, കണ്ടിട്ടറിയണതല്ല, ഏകനായ ഈശ്വരനാകുന്നു. നാനാത്വം സ്വപ്നത്തിൽ ജീവനാൽ കൽപ്പിക്കപ്പെട്ട നഗരസമുദ്രാദികളെന്ന പോലെ കൽപ്പിതമാകുന്നു. കൽപ്പിതാണ്. നമ്മൾ സമുദ്രം കാണുന്നുണ്ടല്ലോ, ആകാശം കാണുന്നുണ്ടല്ലോ സ്വപ്നത്തിൽ. എവിടെ പോയി? കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കണ്ടുവല്ലോ. കൽപ്പിതാണത്. ത്രികാലത്തിലും നാശമില്ലാത്ത ആനന്ദസ്വരൂപനായിരിക്കുന്ന, അതായത് ജാഗ്രത്തിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും നാശമില്ലാത്ത ആനന്ദസ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരനിൽ തന്നെ എപ്പോഴും മനസ്സിനെ നിർത്തണം. എപ്പോഴും മനസ്സിനെ നിർത്തണം. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. എന്നിട്ട് ഉപലക്ഷണഭൂതമായ ദേഹേന്ദ്രിയാദികളിൽ നിന്ന് ഈ വെറുതെ ഓരോ ദിവസത്തെ ഓരോ ദേവന്മാരുടെ മൂലശ്ലോകങ്ങളും മറ്റും പറഞ്ഞിട്ടെന്താ കാര്യം? അവരവരുടെ ഉള്ളിലുള്ള ചേതനയെ പറ്റി അറിയാണ്ട് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യണത്. ഇന്ന് തിങ്കളാഴ്ച നല്ല ദിവസം. എന്തിന്? അച്ഛനെയും അമ്മേനെയും വൃദ്ധസദനത്തിലാക്കാൻ. അപ്പം ശിവഭജനം, വ്യാഴാഴ്ച ഗുരുവായൂരപ്പനെ കാണണം, വെള്ളിയാഴ്ച മഹാലക്ഷ്മീനെയോ ദുർഗേനെയോ, അതൊന്നും അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. മോക്ഷമാണോ? ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിനെ മനസ്സിലാക്കുക. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ ഈശ്വരനിൽ തന്നെ എപ്പോഴും മനസ്സിനെ നിർത്തണം. ഉപലക്ഷണഭൂതമായ ദേഹേന്ദ്രിയാദികളിൽ ആസക്തനായിരിക്കരുത്. ഉപലക്ഷണഭൂതമായ ദേഹാന്ദ്രികളിൽ, ഈ ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും ആസക്തി ഇല്ലാതെ കണ്ടായാൽ ഒരു വ്യക്തിക്ക് ലക്ഷക്കണക്കിന് കാശ് ലാഭിക്കാം. തല അലങ്കരിക്കാൻ കാശെത്ര ചിലവാക്കണം? മുഖം ക്ലീൻ ചെയ്യാൻ കാശെത്ര ചിലവാക്കണം? ഡ്രസ്സ്, ഞാൻ ഒന്നും പറയില്ല. ഷൂ, അത് അതിലേറെ അല്ലേ? പലതരം. കല്യാണത്തിന് പോകാൻ ഒരു തരം ഷൂ, പിറന്നാളിന് പോകാൻ വേറെ, മരിച്ച വീട്ടിലേക്ക് പോകാനുള്ള ചപ്പൽ വേറെ. കഷ്ടം. ഉപലക്ഷണഭൂതമായ ദേഹേന്ദ്രിയാദികളിൽ ആസക്തനായിരിക്കരുത് എന്ന് ഭാഗവതം പറയണു. എത്ര ആള് പറയും? തുളസീതളം ഗ്രൂപ്പിൽ എത്ര ആളത് സമ്മതിച്ചു തരും? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണിത് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് ചോദിക്കുന്നത്. ഇതറിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ചിന്താഗതിയിൽ വ്യത്യാസം വരണം. ഗ്രൂപ്പ് മെമ്പേഴ്സ്, തുളസീതളം ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ചിന്താഗതിയിൽ വ്യത്യാസം വരണം. ഇല്ലെങ്കിൽ എന്താ ഫലം? നമ്മൾ ഈ ഒരു നാരായണീയത്തിലും കുറച്ച് ധ്യാന ശ്ലോകങ്ങളിലും മാത്രം ഒതുങ്ങിയാൽ മതിയോ? എനിക്ക് നിങ്ങളോട് എൻ്റെ സഹോദരീ സഹോദരന്മാരെന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ചോദ്യമാണത്. അപ്പോൾ കലശലായിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഭാഗവത ഗ്രന്ഥം വാങ്ങണം. നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ, എനിക്ക് വേണ്ടിയിട്ട് വേണ്ട, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ. അതിന് 1500 രൂപ കൊടുത്താൽ അർത്ഥസഹിതം കിട്ടും. ഒരു കൊല്ലം ന്യൂസ് പേപ്പർ വേണ്ട വെച്ചാൽ പോരെ? ഒരു കൊല്ലം നമ്മൾ 6 മാസത്തിന്.
6 മാസം ന്യൂസ് പേപ്പർ കൊണ്ടുവച്ചാൽ മതി. ഫോണിൽ എല്ലാ ന്യൂസും കിട്ടുന്നുണ്ട്, വാട്സപ്പിൽ എല്ലാ അതെ, ആൻഡ്രോയിഡ് ഫോണുള്ളവർക്കൊക്കെ 1 മിനിറ്റിലുള്ള ന്യൂസ് എന്ത് വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഭാഗവതം തറോ ആക്കാതെ കണ്ട് മേൽഗതി ഉണ്ടാവില്ല. നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾ മേൽഗതി വേണോ, ഭാഗവതം ഉപാസിക്കണം. കൂടുതൽ സമയം ഞാൻ കളയണില്ല. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ജനന മരണ രൂപമായ സംസാരത്തിൽ പ്രവേശിക്കേണ്ടതായി വരുന്നത്. എങ്ങനെ? ശരീര സംബന്ധമായ കാര്യത്തിൽ ആസക്തിയോടുകൂടി ഇരിക്കണതാണ് ജനന മരണമാകുന്ന കാലചക്ര പ്രവാഹത്തിൽ നമ്മളിപ്പോൾ പെടണത്. ഇല്ലെങ്കിൽ പെടില്ല. അത് കൂടാതെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ സർവാത്മന ഈശ്വരനെ ഉപാസിക്കണം. 15 കിലോൻ്റെ കവലവളക്ക് ഭഗവാനോട് കൊടുത്താൽ എല്ലാം അയ്യോ. 25 പവൻ്റെ കിരീടം, അതല്ല അവിടെ പറഞ്ഞത്. സർവാത്മന ഈശ്വരനെ ഉപാസിക്കണം എന്നാ, ആത്മാവ് കൊണ്ട് ആത്മാവിനെ അറിയണം എന്നാണ് പറഞ്ഞത്. നിർഗുണത്തിൽ മനസ്സിനെ നിർത്തുവാൻ പ്രയാസമാകയാൽ ഏതേതിൽ മനസ്സ് ചലിക്കുന്നുവോ അതെല്ലാം ഈശ്വരാവയവം എന്ന ബോധം ഉറച്ചാൽ മനോദോഷം നശിക്കും, വൃത്തി ശുദ്ധമാകും. അതിനാണ് ഈ ധാരണയെ ആദ്യം ഉപദേശിച്ചത്. ഈ ഒരു ധാരണ നിങ്ങളിൽ നിലനിന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ തത്വധ്യാന നിരൂപണ പ്രകരണേ സ്ഥൂലാധ്യാന നിരൂപണം നാമ പ്രഥമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.